പിണറായി വിജയനിലേക്കും കുടുംബത്തിലേക്കും അന്വേഷണത്തിന്റെ കുന്തമുനയെത്തുമ്പോൾ കേരളത്തിലെ കേന്ദ്ര ഏജൻസികൾക്ക് മുട്ടിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഓരോ സാധാരണക്കാരന്റെയും മനസ്സിലുണ്ട്. ഇടയ്ക്കിടെ ഉയരുന്ന ഓലപ്പടക്കങ്ങൾക്കപ്പുറത്തേക്ക് അന്വേഷണം മന്ദീഭവിപ്പിച്ച് പിണറായിക്ക് സംരക്ഷണ കവചമൊരുക്കുന്നത് ആരാണ് എന്നതാണ് ഇവിടെ പ്രസക്തമായ മറ്റൊരു ചോദ്യം. പിണറായി വിജയനും കുടുംബവും പ്രതിസ്ഥാനത്ത് വന്ന ഒരു കേസ് പോലും പിന്നീട് കൃത്യമായ അന്വേഷണം നടന്നതായി നമ്മൾ കണ്ടിട്ടില്ല. ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ്, വിവേകിന്റെ അമ്മായിയപ്പനെതിരെയുള്ള ക്യാമറ പർച്ചേസ് സ്കാം, ഇതൊക്കെ എന്തായി? ഇ.ഡി. ഓഫീസിൽ ക്യാമറകളെ വെട്ടി ചോടിക്കയറിയ പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ അന്വേഷണ സംഘത്തിന് ഇതുവരേക്കും കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? സമൻസ് കിട്ടിയിട്ടും പിണറായി വിജയന്റെ മകൻ ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാതിരുന്നത് എന്തുകൊണ്ടാണ്? തുടർ നടപടികളിലേക്ക് ഇ.ഡി. കടക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് പിണറായി കുടുംബത്തിന്റെ സംരക്ഷകർ? എന്തായാലും സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ സകുടുംബം കൊള്ള നടത്തിയവരെ പൂട്ടാനുള്ള അസംഖ്യം തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും കസ്റ്റംസും ഇ.ഡിയും CBIയും ചെറുവിരൽ പോലും അനക്കാത്തത് സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. കൊത്തി മുറത്തിൽ കയറി കൊത്തുന്നവർ സ്വാമി അയ്യപ്പന്റെ സ്വത്ത് വകകൾ കൂടി അടിച്ചുകൊണ്ടുപോയി തൂക്കി വിറ്റിട്ടും കൊള്ള സംഘത്തലവനെ കയറൂരി വിടുന്നതിലെ സാങ്കത്യം സാമാന്യ ബോധമുള്ള ജനത്തിന് മനസ്സിലാകുന്നില്ല. കള്ളന്മാരെ മാത്രമല്ല, ഇവിടെ കള്ളന് കഞ്ഞി വെച്ചവരെയും കൽത്തുറങ്കിൽ അടയ്ക്കണം. എന്തായാലും ഇതിനിടെ അയ്യപ്പ സ്വാമി തന്റെ കാര്യങ്ങൾക്ക് ചില വ്യക്തതകൾ വരുത്തി തുടങ്ങിയെന്ന് പറയേണ്ടി വരും. അയ്യപ്പന്റെ സ്വർണം കടത്തിയ കേസിൽ തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ നയതന്ത്ര ചാനൽ വഴി നടത്തിയ പഴയ അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്തിലേക്ക് കൂടി ചെന്ന് നിൽക്കുകയാണ്. കൂടാതെ പിണറായി വിജയന്റെ മകൾ പ്രതിയായ മാസപ്പടി കേസിൽ SFIO അന്വേഷണവും സുപ്രധാന ഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം മകൾ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും CMRലും തമ്മിലുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്രം വാദങ്ങൾ സമർപ്പിച്ചിരുന്നു. 185 കോടിയുടെ അനധികൃത പണമിടപാട് CMRൽ നടത്തിയെന്നാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. കേസിൽ ജനുവരി 20-ാം തീയതി വിധി വരാനിരിക്കെയാണ് ആദായ നികുതി വകുപ്പും SFIOയും കോടതിയിൽ വാദങ്ങൾ എഴുതി നൽകിയത്. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകാൻ 185 കോടി ചിലവഴിച്ചു. ഇത് CMRൽ ചിലവ് പെരുപ്പിച്ചു കാണിച്ച് കണക്കിൽപ്പെടുത്തി ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിലും കോടികൾ ചിലവിട്ട് വ്യാജ ബില്ലുകൾ ഉൾപ്പെടുത്തിയെന്നും കേന്ദ്രം ആരോപിച്ചു. SFIO അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ട് CMRൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. കേസിൽ അന്തിമവാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിന്റെ ബെഞ്ചാണ് കേസിൽ വാദം കേട്ടത്. കേന്ദ്രത്തോടും ആദായ നികുതി വകുപ്പിനോടും വാദങ്ങൾ എഴുതി നൽകാൻ കോടതി ആവശ്യപ്പെടുകയുണ്ടായി. ഇതിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേസിൽ അടുത്ത വിധി പറയുമെന്നാണ് പുറത്തുവരുന്ന സൂചന. തെളിവുകൾ അത്രയും ശക്തമായതുകൊണ്ട് തന്നെ കേന്ദ്രം പിണറായി കുടുംബത്തിന്റെ അടിവേര് മാന്തുമെന്ന് ഉറപ്പ്. കേസിൽ പിണറായി കുടുംബത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നേക്കാം.